ഗുഡ് ആഫ്റ്റർനൂൺ ആവാറായി. രാവിലെ വീക്കെൻഡ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇങ്ങനെ പുറത്തു പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ്. ഇന്ന് എന്താണ് സ്പെഷ്യൽ എന്ന് നിങ്ങൾക്ക് തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. വേറെ ഒന്നല്ല, ഇന്ന് അച്ഛനും അമ്മയും വരെയാണ്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം രമേശേട്ടൻ ഒരാഴ്ച നാട്ടിൽ പോയി ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ എനിക്ക് ഇപ്പോൾ അടുത്തൊന്നും പോകാൻ പറ്റില്ല, മെയിൽ പോകാൻ പറ്റുമോ എന്നറിയില്ല. അപ്പോൾ അച്ഛനും അമ്മോട് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അവർ ഇന്ന് എത്തും. ഉച്ചയ്ക്ക് ഒരു ലേറ്റാണ്, ഒരു 1.5 മണിക്കൂർ ലേറ്റാണ്. ആക്ച്വലി ഒരു 12:30-ക്ക് എത്തേണ്ടതായിരുന്നു. അപ്പോൾ ഒരു 1:30-1:45 ഇപ്പോഴത്തെ ഒരു ടൈം പ്രകാരം ഉച്ചയ്ക്ക് എത്തേണ്ടതാണ്. അപ്പം ഞാൻ അവർ വരുമ്പോഴേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ സ്റ്റേഷനിൽ പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പം ഞാനിന്ന് ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രോൺസ് ബിരിയാണി. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്, അച്ഛനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ചു പ്രോൺസ് ബിരിയാണി ആക്കാന്നുള്ളത്. നല്ല കിടിലൻ പ്രോൺസ് കിട്ടിയിട്ടുണ്ട്. ഒരു മീഡിയം സൈസ്, ഒരു നാടൻ പ്രോൺസ്. അപ്പോൾ ഇത് 1 കിലോ നേരേക്ക് കഴിയുമ്പോൾ 1/2 കിലോ ഉള്ളൂ. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് നല്ല കൈമ റൈസിൻ്റെ ഒരു കിടിലൻ ചെമ്മീൻ ബിരിയാണി അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് സാധാരണ ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പണിയൊക്കെ ഉള്ള ഒരു സംഭവമല്ലേ. അപ്പോൾ ഇത് ഈസി, എന്നാലും എനിക്ക് തോന്നുന്നു ചോറിനേക്കാളും സദ്യക്കാളൊക്കെ എളുപ്പമാണ് ബിരിയാണി. കാരണം റൈസും ഇതും വേറെ വേറെ വെച്ചാൽ മതി. അപ്പോൾ ഇത് കുറച്ച് ഈസി ആയിട്ട് ഉള്ള ബിരിയാണി. പിന്നെ ബിരിയാണിയിൽ ഞാൻ എപ്പോഴും പറയാറില്ല, ഞങ്ങൾക്കൊക്കെ ഇഷ്ടം കൈമ റൈസാണ്. കാരണം നമ്മുടെ ഏരിയയിലൊക്കെ കൈമ റൈസ് വെക്കണ കാരണം ഞാനിതാ കൈമ റൈസൊക്കെ ഇപ്പോൾ രാവിലെ പോയി വാങ്ങിച്ചു കൊണ്ടുവന്നു. നല്ല മണമാണല്ലോ അതിന്. അപ്പോൾ കൈമ റൈസ് അച്ഛനൊക്കെ ആണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് കൈമ റൈസ്. അപ്പോൾ അതൊരു 3 ഗ്ലാസ് എടുത്തിട്ട് നമ്മളൊരു 5 പേർക്കുള്ള രീതിയിൽ എന്നുള്ളത്. പിന്നെ പ്രോൺസ് ഈ പറഞ്ഞ പോലെ 1 കിലോ, അത് ക്ലീൻ ചെയ്തിട്ട് 1/2 കിലോ ആയിട്ടുണ്ട്. ക്ലീൻ ചെയ്ത് കിട്ടൂലോ. പിന്നെ സവോള, പിന്നെന്താ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ തക്കാളി ഒരു 3 എണ്ണം. വേറെ പ്രത്യേകിച്ച് ഫ്രൈ ചെയ്യുക അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് ദമ്മിട്ടിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ. അതായത് സാധാരണ ചെയ്യണ പോലെ നാട്ടിലൊക്കെ കിട്ടുന്ന, നമ്മുടെ ഏരിയയിലൊക്കെ കിട്ടുന്ന എന്താ വെച്ചാൽ ഈ മസാല ഭയങ്കര മുളക് പൊടിയും അങ്ങനത്തെ മസാലകളൊന്നും ഇല്ലാതെ വളരെ സുഖസുന്ദരമായി കഴിക്കാൻ പറ്റുന്ന ചിക്കനും ഇങ്ങനെ തന്നെ ഉണ്ടാക്കുക. അധികം മസാല എന്നിട്ട് വെറുപ്പിക്കില്ല. ഒരു ആ കൈമയുടെ ടേസ്റ്റ് വരണം. കഴിഞ്ഞ ദിവസം ഞാനൊരു പൊറോട്ടയുടെ കിഴി പൊറോട്ട, ആ കാതൽ പൊറോട്ട ഇട്ട സമയത്ത് എല്ലാവരും, ഷോർട്സ് ഇട്ട സമയത്ത് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ആ പൊറോട്ടയുടെ ഫ്ലേവർ നമുക്ക് കിട്ടണം. അതിൽ ഒരുപാട് കറി വെച്ച് എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല. എനിക്ക് ആ പൊറോട്ട ഇങ്ങനെ വെറുതെ കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. അതുപോലെ തന്നെയാണ് ബിരിയാണിയിലും. എനിക്ക് ഈ മസാല ഇഷ്ടമല്ല, എനിക്കതിൻ്റെ റൈസിലാണ് അതിൻ്റെ ഫ്ലേവർ വരുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് മസാലകൾ, ഇപ്പോൾ ഇവിടത്തേക്ക് ബിരിയാണി എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് എപ്പോഴും നാട്ടിലെ ആ ഒരു നമ്മുടെ ഏരിയയിലുള്ള ഒരു ബിരിയാണി ഇഷ്ടം. അതാകുമ്പോൾ ആ കൈമയുടെ ഫ്ലേവർ ഇങ്ങനെ റൈസ് കൂടുതൽ വരും, അധികം മസാലകൾ ഉണ്ടാവില്ല. അപ്പം ഇന്ന് ഞാൻ അങ്ങനത്തെ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോണത്. ബിരിയാണി ഉണ്ടാക്കുന്നത് ബിരിയാണി പോട്ടിലാണ്. ഇത് പുതിയതാട്ടോ. ഇതൊരു 4-5 പേർക്കുള്ള ഒരു ബിരിയാണി പോട്ടാണ്. ഇൻഡസ് വാലിയുടെ ആണ് കേട്ടോ. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഉള്ളതാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ബിരിയാണി പോട്ടൊക്കെയാണ് എങ്ങനെയാ വെച്ചാൽ ഒന്നെങ്കിൽ നോൺ സ്റ്റിക്ക്, അതല്ല പിന്നെ കാസ്റ്റ് അയൺ ഉണ്ട്. അത് അടിപൊളി ബിരിയാണി പോട്ട്, പക്ഷെ അത് ഭയങ്കര വെയിറ്റാണ്. പിന്നെ എന്താ വെച്ചാൽ ഒക്കെ വലുതാണ്. ഒരു 10 പേർക്കൊക്കെ, ഒരു 8 പേർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പം ഞാൻ വെച്ചാൽ ഞങ്ങൾ 3 പേര് മാത്രമാകുമ്പോൾ എനിക്കൊരു ഒതുക്കത്തിന് വേണ്ടിയിട്ടെന്ന് വിചാരിച്ചിട്ട് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഇൻഡസ് വാലിയുടെ ട്രൈപ്ലൈ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു ബിരിയാണി കാസറോളാണ്. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ബിരിയാണി ഉണ്ടാക്കാനും പറ്റും, ഇതിൽ തന്നെ നമുക്ക് അടച്ചു വെക്കാനും പറ്റും. അങ്ങനത്തെ ഒന്ന്. അതായത് ഇതിപ്പോൾ നമ്മൾ ടേബിളിൻ്റെ മുകളിൽ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ ഇതിങ്ങനെ എടുക്കാം. ബിരിയാണി കാസറോൾ പോലെ ഒരു 4-5 പേർക്ക് ഉള്ള ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ എനിക്കത് നല്ല അടിപൊളിയായിട്ട് തോന്നി. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ഇൻഡസ് വാലിയുടെ ഒന്നും കൂടെ വാങ്ങിയിട്ടുണ്ട്. ഇത് അയണാണ് കേട്ടോ. അതെനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് ഫീൽ ചെയ്തു. കണ്ടോ, നല്ല രസമല്ലേ ഇത് 3 കുഴി. ഈ കുഴി എന്താണെന്ന് വെച്ചാൽ പലതും നമുക്ക് ചെയ്യാം. അതായത് കുഞ്ഞിയ ദോശ, ഊത്തപ്പമില്ലേ, ഊത്തപ്പം ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഓംലെറ്റ് ആകുമ്പോൾ ഒരു 3 ഓംലെറ്റ് ഉണ്ടാക്കാം. അതല്ല ബുൾസൈ, അങ്ങനെ എന്ത് വേണമെങ്കിലും അറ്റ് എ ടൈം 3 എണ്ണം ഉണ്ടാക്കാം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പം ഞങ്ങൾ 3 പേരല്ലേ, അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ 3 ബുൾസൈയും എനിക്ക് ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. അപ്പോൾ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ സ്വപ്ന 12 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 20% വരെ ഡിസ്കൗണ്ട് ഉണ്ട്. ബിരിയാണി ഉണ്ടാക്കാം. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്ട്സ് ആയിട്ട് ഇട്ടാലോ, അതെങ്ങനെ ഉണ്ടാവും?
കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഇത് കുറേ നേരം എടുക്കും. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഈ ഒരു വീഡിയോ വരുമ്പോഴേക്കും എന്തായാലും ഇത് ഷോർട്സ് ആയിട്ട് വന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ ഈ പ്രോൺസ് ബിരിയാണി നിങ്ങൾ ഷോർട്സിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതാ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ബിരിയാണി വളരെ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതാ നമ്മുടെ ബിരിയാണി ഒരുവിധമായി. ഇവിടെ റൈസ് ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതൊരു 10 മിനിറ്റിൽ റെഡിയാവും. ഇനി ദമ്മിട വേണ്ടു. അപ്പോൾ പപ്പടം ഞാൻ ഓൾറെഡി രാവിലെ തന്നെ കാച്ചി വെച്ചിട്ടുണ്ട്. അപ്പോൾ പപ്പടം ഉണ്ട്. ഇനി എന്താ കുറച്ച് ചമ്മന്തി, പുതിനയും മല്ലിയും തേങ്ങയും കൂടിയിട്ടുള്ള പുതിന ചമ്മന്തി ഉണ്ടല്ലോ, അത് ഉണ്ടാക്കണം. പിന്നെന്താ കുറച്ച് സാലഡ്. അപ്പോൾ അധികം 12:30 ആയിട്ടുള്ളൂ കേട്ടോ. ഒരു അരമണിക്കൂറിൽ എല്ലാ പരിപാടികളും കഴിഞ്ഞ് കുളിച്ചിട്ടില്ല, നന്നായിട്ടൊന്ന് കുളിച്ച് റെഡി ആയിരിക്കണം. അപ്പോൾ അവരിപ്പോഴത്തെ സമയപ്രകാരം ഒരു 1 hourൽ എത്തേണ്ടതാണ്. അപ്പോൾ ചിലപ്പോൾ ഞാൻ രമേശേട്ടൻ എന്തായാലും പോകുന്നുണ്ട്, രമേശേട്ടനും എത്തും. അപ്പോൾ ചിലപ്പോഴേ ഞാൻ പോവുള്ളൂ. കാരണം ആ സമയത്തായിരിക്കും ഇവിടെ മിക്കവാറും നമുക്ക് ഇങ്ങനെ ക്ലീനിങ്ങിനൊക്കെ സഹായിക്കുന്ന കുട്ടി വരിക. അപ്പോൾ ആ സമയത്ത് ഞാൻ പോയാൽ പിന്നെ ഇത് മൊത്തം ചെയ്യേണ്ടി ഒരു കാര്യം. ഒരു ഇതൊക്കെ റെഡിയാക്കിയതാണ് ഇന്നലെ മുഴുവൻ ഇരുന്നിട്ട്. അപ്പോൾ പിന്നെ പോയി വന്നു കഴിഞ്ഞാൽ അറിയാമല്ലോ നമുക്ക് ബാക്കിയൊക്കെ. കാരണം ഈവനിങ്ങിൽ നമുക്കൊന്ന് പുറത്ത് പോകണം. ഈ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ കുറച്ച് ബിസിയാണ്. അപ്പോൾ അതിൻ്റെ ഓട്ടത്തിലാണ് ഡെയിലി. അപ്പോൾ രമേശേട്ടൻ ഇനി നാളെ മുതൽ 1 വീക്ക്, അവരിപ്പോൾ ഇന്ന് എത്തിയാൽ നാളെ മുതൽ 1 വീക്ക് രമേശേട്ടൻ കംപ്ലീറ്റ് ഓഫീസിലായിരിക്കും. സത്യം പറഞ്ഞാൽ അവർ വരുന്ന ടൈം വളരെ നല്ല ടൈമാണ്. ഇങ്ങോട്ട് വരാനേ മീൻസ് ലീവ് എടുക്കാനോ വീട്ടിലിരിക്കാനോ ഒന്നും പറ്റാത്ത, വർക്ക് ഫ്രം ഹോം ഒന്നും പറ്റാത്തൊരു ടൈമിലാണ് അവർ വരുന്നത്. പക്ഷെ കുഴപ്പമില്ല, ഞങ്ങളെല്ലാവരും കൂടെ അടിച്ച് പൊളിക്കും. ഞങ്ങളെല്ലാവരും കൂടെ വീട്ടിലിരുന്ന് അടിച്ച് പൊളിക്കാനാണ് പരിപാടി. കാരണം ഇപ്പോൾ വെക്കേഷൻ തുടങ്ങി, എക്സാമൊക്കെ കഴിഞ്ഞ് വെക്കേഷൻ അല്ല, സമ്മർ വെക്കേഷൻ അല്ല, ഏപ്രിലിൽ അടുത്ത അക്കാഡമിക്ക് തുടങ്ങും. അപ്പോൾ അതിന് മുന്നേ ഉള്ള ചെറിയൊരു 15 ഡേയ്സിൻ്റെ ഒരു ചെറിയ ഷോർട്ട് ബ്രേക്ക്. അപ്പോൾ അതിന് നാട്ടിൽ പോകാനും നടക്കില്ല. കാരണം ഇവിടെ യൂണിഫോം വാങ്ങലും ബുക്ക് വാങ്ങലും PTM പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും പോവാതിരിക്കാൻ പറ്റില്ല. കോഫി മീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നെക്സ്റ്റ് 8ലേക്കായി. അപ്പോൾ അതിന് മുന്നുള്ള കുറച്ച് ഇതും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നാട്ടിലേക്ക് പോകാനും നടക്കില്ല. അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ എങ്ങനെ ഇരുന്ന് വർത്താനം പറയാം. രാവിലെ മുതൽ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കല്ലേ, വർത്താനം പറയാമെന്നൊക്കെ വിചാരിച്ചു. ആദ്യം ബാംഗ്ലൂർക്ക് പോകാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ എന്താ വെച്ചാൽ കാരണം ഗീതുവിൻ്റെ വീട് ഇതുവരെ കണ്ടിട്ടില്ല. നമ്മൾ ഹൗസ് വാമിങ്ങിനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതുവരെ ഞാൻ അങ്ങോട്ട് പോയില്ല. അപ്പോൾ എനിക്ക് എന്തായാലും പോകണമെന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അവൻ അവിടെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. മാധവിന് അവിടെ മാർച്ച് 20th തുടങ്ങുള്ളൂ. ഏപ്രിൽ 9th വരെ എക്സാമാണ്. അപ്പോൾ ആ ഏരിയയ്ക്ക് പോകാൻ പറ്റില്ല, അവിടെ എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ അതെന്തായാലും വെക്കേഷനൊക്കെ ആകുമ്പോൾ പോകാമെന്നിങ്ങനെ വിചാരിച്ചിരിക്കുന്നത്. കാരണം ഞാൻ മിത്തു അവിടേക്ക് പോകാനിങ്ങനെ എന്താ പറയുക റെഡി ആയിട്ടിരിക്കാം. മിത്തു പറഞ്ഞു അമ്മ വന്നാലും വേണ്ടില്ല വന്നില്ലെങ്കിലും വേണ്ടില്ല ഞാൻ മെയിൽ പോകും. കാരണം അവൾക്ക് ഹൗസ് വാമിങ്ങിന് പോകാൻ പറ്റാത്തതിൻ്റെ നല്ല വിഷമമുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും മെയിലൊന്ന് പോയിട്ട് വീടൊക്കെ ഒന്ന് കണ്ടുവരാം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ കൈമാ റൈസ് ഇത് അവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്, ബിരിയാണി റൈസ്. അപ്പൊ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞതാ റെഡിയായി, നമ്മുടെ ഫുഡും റെഡിയായി. ഇത് ഞാൻ വിചാരിച്ചേക്കാൾ കുറച്ച് അധികം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് ഇളക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ഞാൻ വേറെ വലിയ പാത്രത്തിലേക്ക് മാറ്റി. അതിൻ്റെ കൂടെ കഴിക്കാൻ ബിരിയാണി, ചമ്മന്തി, സാലഡ്, പപ്പടം എല്ലാം റെഡിയായി. അവർ വരെ വേണ്ടു. 12:30 എത്തേണ്ടതാ. 2 മണിയായിട്ടോ, നല്ല ലേറ്റ് ആയി. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. സാധാരണ മംഗളം അങ്ങനെ ലേറ്റ് ആവാറില്ല, നേത്രാവതിയാണ് ലേറ്റ് ആവാറ്, എന്താണെന്ന് അറിയില്ല. അപ്പം ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പം എൻ്റെ സഹായിക്കാനുള്ള കുട്ടിയും വന്നിട്ടില്ല, അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. കാരണം കറക്റ്റ് ആ ഒരു സമയത്താണ് വരിക. അപ്പം ഞാൻ വിളിച്ചിട്ട് ഫോൺ കൊടുത്തില്ല. അപ്പോൾ എനിക്ക് പണി കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ പോയി കഴിഞ്ഞാൽ. അപ്പം ഞാനിവരിങ്ങനെ വെയിറ്റ് ചെയ്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്, എക്സൈറ്റഡ്. സത്യം പറഞ്ഞാൽ കുറേ കാലത്തിന് ശേഷമല്ലേ, സെപ്റ്റംബറിൽ അന്ന് വലിയച്ഛൻ മരിച്ചിട്ട് അന്ന് പോയതാണ്. കഴിഞ്ഞ മെയിലാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ശരിക്കും പറഞ്ഞാൽ കൂടിയത്. അതിന് ശേഷം ഇപ്പോൾ 1 കൊല്ലം ആവാറായി. അമ്മയുടെ നാല് ക്യാമറ. സാധാരണ ഞാൻ മാത്രമാണ് അവര് വരുമ്പോ എടുക്കാറ്. ഇപ്രാവശ്യം ഞാൻ ഇങ്ങോട്ട് എടുക്കുമ്പോണ്ട് അച്ഛൻ ഇന്നെടുക്കണു, അച്ഛന്റെ ചാനലിലേക്ക്. അതെ, കാത്തിരിക്ക. 2:30 സമയം. ബിരിയാണി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് 1 മണിക്കൂറായി. വേഗം കഴിക്കാം.
ആ ഹലോ സ്വപ്പ് നിർത്തി മുത്തുക്കുട്ടി ഇതാ നമ്മുടെ മുത്തച്ഛനെ വന്നുവിടണേ എന്തൊക്കെയത് വരതന് ഓ പൂരത്തിന് അല്ലേ പൂരായിരുന്നു അവര് വരുന്നതിന്റെ തലേ ദിവസം സോ പൂരത്തിന് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊണ്ടുവരാൻ എന്താണ് കുപ്പിവള മിത്തുന് എന്താവില്ലേ ഇനിയുണ്ട് കൊറേ നല്ല വളാലേ കുറച്ച് വലുതായോ ആ ഏതാ പച്ചി പച്ചയുണ്ട് ബ്ലാക്കും പച്ച അമ്മയ്ക്കാ ഈ പക്ഷെ പച്ചയ്ക്ക് വെള്ളമുണ്ട് അതെ ബ്ലാക്കാ നിനക്ക് പച്ച എനിക്കാ ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു കുപ്പിവള ഇത് രണ്ടെണ്ണം ഉണ്ടല്ലോ അതാണ് മിത്തുവിന്റെ പാകം ഇത് അമ്മയ്ക്ക് ആ ഭയങ്കര ഇഷ്ടമായി അവൾക്ക് ഇഷ്ടം അങ്ങനത്തെയൊക്കെ ആ വള നല്ല രസമുണ്ട് കേട്ടോ ഒരു വെറൈറ്റി വള അല്ലേ ഞാൻ കണ്ടിട്ടില്ല എങ്ങനത്തെ ഒരു കുപ്പി അതുകൊണ്ട് തന്നെ ഞാനത് മേടിച്ചത് നല്ല നല്ല ഭംഗിയുണ്ട് നല്ല പാകല്ലേ നല്ല പാകം കുപ്പിവള പൊട്ടും അടിപൊളിയായില്ലേ പിന്നെ ഇത് ഊരി വെക്കണം നമ്മുടെ എന്റെ കുപ്പിവള നല്ല ഭംഗിയുള്ള വള പച്ച ഇതിന് ചോപ്പും ചോപ്പിന്റെ ഉണ്ട് ഇതായത് നല്ല കറുപ്പ് വള ഇതല്ലേ പറഞ്ഞു ഞാൻ കുറച്ച് കരിവാള കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കറുത്തത് അടിപൊളിയായി ചിപ്പിവള ചിപ്പിവള നല്ല മാച്ചായില്ലേ ഇഷ്ടമായാ ഇപ്പൊ വെക്കേഷൻ എല്ലായിട്ട് നടന്നോളൂ കുഴപ്പമില്ല നാലിട്ടോ കുപ്പിവള കരിവള ഞാനേ പൂരായോണ്ട് അമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ കരിവള ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കയ്യിൽ ഉണ്ട് പക്ഷെ എൻ്റെ കയ്യിൽ 6 ഉള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു പറഞ്ഞു 1 ഡസൻ കരിവള വാങ്ങാൻ പറഞ്ഞു പിന്നെ പച്ചവള ഉണ്ടല്ലോ കുപ്പിവള അത് കുറച്ച് പിന്നെ ആ ബ്ലാക്ക് മിത്തുവിന് വാങ്ങിച്ച പോലത്തെ വളയും അപ്പോൾ ഇതൊക്കെ ഇട്ട് നടക്കട്ടെ ഇതൊക്കെ ഇട്ട് ഒരു രസം എനിക്കെന്താ വെച്ചാൽ ഈ സാരിയൊക്കെ കൊടുക്കുമ്പോഴൊക്കെ നല്ല ഇഷ്ടമാണ് ഞാൻ പാട്ടും പാടുന്നു ഏത് കുപ്പിവള അത് ശരി കിലു കിലു കിലുങ്ങണല്ലോ നല്ല ഇഷ്ടം എനിക്ക് നാട്ടിലാകുമ്പോൾ ഞങ്ങൾ എത്ര പൂരത്തി പക്ഷെ കുറച്ച് ടൈറ്റ് എങ്ങനെയുണ്ട് ഹായ് ഹായ് ഭയങ്കര ഇഷ്ടം എനിക്ക് ഇത് പക്ഷെ കുറച്ച് ടൈറ്റ് അല്ല കുറച്ചും കൂടെ ഇതുപോലെ കിടക്കണം കുറച്ചും കൂടെ ഇങ്ങനെ ഇതായി കിടക്കണം നല്ല രസമല്ലേ ഒരു വട്ട് അപ്പോൾ പൂരത്തിന് ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു പ്രാവശ്യം പൂരത്തിന് പോകണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു ആക്ച്വലി പക്ഷേ പൂരത്തിൻ്റെ അന്നായിരുന്നു മിത്തുൻ്റെ അതായിരുന്നു ആദ്യത്തെ പ്ലാന് പൂരത്തിന് അങ്ങോട്ട് പോകുക എന്നുള്ളത് അപ്പോഴാണ് പൂരത്തിൻ്റെ അന്ന് മിത്തുൻ്റെ ലാസ്റ്റ് എക്സാം മിത്തു ഒരു രക്ഷയില്ല എക്സാം കഴിഞ്ഞാലും പറ്റില്ല കാരണം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ മിത്തുവിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് PTM അതൊക്കെ അപ്പോൾ അതുകൊണ്ട് പോകാൻ പറ്റില്ല എന്നുള്ള തീർത്ത് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മോഹം അങ്ങോട്ട് ഉപേക്ഷിച്ച് രമേശേട്ടൻ്റെ പ്ലാൻ ഇറക്കിയിട്ടാണ് രമേശേട്ടൻ ഒറ്റയ്ക്ക് പോയത് എനിക്കിന്ന് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ രമേശേട്ടനോട് ഓഫീസ് മിത്തുവിന് എന്ത് ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ പ്ലാൻ തൽക്കാലം ഉപേക്ഷിച്ച് മടക്കി വെച്ചു അപ്പോൾ വിചാരിച്ച അച്ഛനമ്മേനെ ഇങ്ങോട്ട് വിളിക്കാം എന്നുള്ളത് പൂരം മിസ്സായി പക്ഷേ കുഴപ്പമില്ല പൂരത്തിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട് അത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ മിത്തുവിൻ്റെ സെയിം വള എനിക്കുണ്ട് അപ്പം ഞാൻ അത് ഇട്ടിട്ടും കാണിച്ചു തരാം കേട്ടോ നല്ല ഭംഗിയുണ്ട് അത് ഞാൻ വളരെ സ്പെഷ്യൽ ഒക്കേഷൻസ് നല്ല കറുത്ത കരള്ള മുണ്ടൊക്കെ ആയിട്ട് എടുക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി അത് ഞാൻ അപ്പം കാണിച്ചു തരാം അയ്യോ ഇത് കടുമാങ്ങ കേട്ടോ ഒപ്പം തന്നെ എടുക്കണ്ട വെള്ളം എടുത്താൽ മതി എന്താ അത് പൊരി ഒരു ഇതാണ് 6-ാം നമ്പർ വെള്ളമില്ല അച്ഛൻ രമേശന് വേണ്ടി വെച്ചതാണ് എന്താ പച്ചക്കായ ഉപ്പേരിയൊക്കെ ചെറുതാ അതല്ല കേട്ടോ ഇതെന്താപ്പോ ഇതാണ് അച്ചാറ് അത് ചക്ക വരത്തിയത് ഇത് ഫ്രിഡ്ജിൽ വെച്ചതൊക്കെ വീട്ടിലുണ്ടായ പച്ചക്കറികളാണ് വീട്ടിലെ കൃഷി കയ്പയ്ക്ക വഴുതനങ്ങ നാരങ്ങ അമ്മമ്മയ്ക്ക് തുടങ്ങി കൺഫ്യൂഷൻ
മാധവ് നിക്കി വിത്തു പൂരത്തിന്റെ അപ്പം കേട്ടോ. പൂരത്തിന് അപ്പം ഉണ്ടാക്കുവോ? ആരുണ്ടാക്കി? അങ്ങനെ നാട്ടിൽ നിന്നും കൊണ്ടുവന്ന പെട്ടി ഇറക്കി വെക്കുന്ന പരിപാടിയാണ്. കണ്ടോ, ഒരു ടേബിൾ മുഴുവൻ സാധനങ്ങളാണ്. അതിന് പുറമേ ഇതാ കിച്ചണും ഫുൾ നിറഞ്ഞു. ഇത് മുഴുവൻ കഴിച്ചു തീർക്കുന്ന എൻ്റെ അവസ്ഥയാണ് ഞാൻ ഈ ആലോചിക്കുന്നത് കേട്ടോ. അപ്പം കുട്ടിക്ക് മുട്ട ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് അത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് വീട്ടിലുണ്ടായ സാധനങ്ങളാണ് അധികം കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ചക്കച്ചുള വറുത്തത്, ചിപ്സ്, അതിൻ്റെ ഉള്ളിലൊക്കെ എന്താണ് അരിപ്പൊടി, പുട്ടുപൊടി, പിന്നെ പഴം, നേന്ത്രപ്പഴം. പിന്നെ ഇതെന്താണെന്ന് ഞാൻ ഇങ്ങനെ പൊളിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ചിപ്സാണ് കേട്ടോ. കുറേ സാധനങ്ങൾ ഞാൻ വേണ്ട എന്ന് പറഞ്ഞതായിരുന്നു എല്ലാതും. പക്ഷേ പൂരത്തിൻ്റെ കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം എനിക്ക് പൂരത്തിൻ്റെ സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മാങ്ങ, വീട്ടിലുണ്ടായ മാങ്ങ, കടുമാങ്ങ അച്ചാറ്, വീട്ടിലുണ്ടായ ചക്ക, ഇടിച്ചക്ക. പക്ഷെ എല്ലാ 3 ഡിജിറ്റും വേറെ വേറെയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ അലക്കുന്ന 516 അങ്ങനെയാണ് ഒരു ഡിജിറ്റ്, 3 ഡിജിറ്റ്, അങ്ങനെ 3 ഡിജിറ്റ് നമ്പർ വേണം. ശരിക്കും ഓർമ്മ വെക്കേണ്ടത് ഓർമ്മ വെക്കണം. 516 ഇതിനെ ഉൾട്ടേ എന്നിട്ട് 615 ആ നമ്പർ ഓർമ്മ വെച്ചോ. ആ നമ്പർ അയക്ക് ചെയ്തു കാണിച്ചു തരാതെ. ഒരാള് വന്ന അയാൾക്കൊരു സ്വയം ഉൾട്ട നമ്പർ എഴുതിയത്, ഉൾട്ട നമ്പർ എഴുതിയോ? ഇതെന്താ ഇങ്ങനെ ഉൾട്ട നമ്പർ എഴുതിയോ? ഫോർ എക്സാമ്പിൾ 516 ഞാൻ 615 മാത്രമേ എഴുതുള്ളൂ. എന്റെ ഡയറ്റിങ് 10 ദിവസത്തേക്ക് നിർത്തിച്ച് എഴുതിയോ? എന്നിട്ട് അതൊക്കെ കണ്ട എങ്ങനെ ഡയറ്റ് ചെയ്യാതിരിക്കുക? മുത്തച്ഛൻ വേറെ എന്തൊക്കെയോ നോക്കുന്നേ. മുത്തച്ഛൻ വാട്സാപ്പ് നോക്കുകയാണ്. അല്ല കുട്ടി ഇതാ എഴുതിയോ? മുത്തച്ഛനെ ഇന്ന് കഴിയാതെ വാരിട്ടർക്ക് എഴുതിയോ? റിവേഴ്സ് ആക്കി ഫുൾ റിലാക്സ് ചെയ്തിട്ടല്ലേ വന്നിട്ടത് നാട്ടിന്ന്? അല്ലെ, ഫുൾ റിലാക്സ് ചെയ്തിട്ടല്ലേ വന്നിട്ട് രണ്ടാഴ്ച ഞാൻ ഇവിടെ റിലാക്സ് ചെയ്യാം. രണ്ടാഴ്ച ഇവിടെ റിലാക്സ് ചെയ്ത് വെക്കേഷൻ കൂടിയാണ് റിലാക്സ് ചെയ്യാൻ. 615 എഴുതി എഴുതിയില്ല റിവേഴ്സ് നമ്പർ. അപ്പം കുട്ടി മുത്തശ്ശനെ വിടാൻ യാതൊരു ഉദ്ദേശവുമില്ല. അവർ വന്ന സന്തോഷത്തിലും മിത്തുവിൻ്റെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത സന്തോഷത്തിലും എല്ലാം കൂടെ മിത്തു പൊളിക്കാൻ പോവാണ്. അപ്പോൾ തൽക്കാലം ഞാൻ വീഡിയോ ഇവിടെ നിർത്തുകയാണ് കേട്ടോ. കാരണം ഇനിയിപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് ഈവനിങ് ആകുമ്പോൾ നമുക്ക് പുറത്ത് പോകണം. അപ്പോൾ പിന്നെ വ്ളോഗ് എടുക്കലൊന്നും നടക്കും തോന്നണില്ലേ. കുറേ നേരമൊക്കെ ഇരുന്ന് വർത്തമാനം പറയണം. അപ്പോൾ ഇനി ചക്കയുടെയും മാങ്ങയുടെയും വ്ളോഗുകളുമായിട്ട് നമുക്ക് ഇനിയും കാണാം.